ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളവരായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല അല്ലെ? സോ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സാധിച്ചെടുക്കാം? സോ എന്തിനു വേണ്ടി 4 മണിക്ക് എഴുന്നേൽക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 400 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് 4 മണിക്ക് എഴുന്നേൽക്കേണ്ടത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? സോ മിക്ക പേർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകില്ല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആഗ്രഹം നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെക്കുക. എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കുക. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. മാക്സിമം എന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോള് നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിനെ തന്നെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക. അത് അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ വന്ന് നിങ്ങൾക്ക് അതിന് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നത്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നിങ്ങളെ പുകഴ്ത്തുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. എന്താ അതിന്റെ ഒരു ബ്യൂട്ടി? അങ്ങനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കണം എന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇമാജിനേഷനിൽ കൂടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ആ 4 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. 4 മണിക്ക് എഴുന്നേറ്റ് അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളല്ലാതെ ഒരു ചിന്തകളോ അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങളോ ഇല്ലാതെ നമ്മൾ ചുമ്മാ 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മളൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എണീറ്റാൽ ഉടനെ തന്നെ കിടന്നുറങ്ങും. സോ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ എങ്ങനെ സെറ്റ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് 4 മണിക്ക് എഴുന്നേറ്റ് എന്ത് ഗോൾ അച്ചീവ് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഓൾറെഡി വന്നു കാണും. സോ ഇനി അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു പോലീസ് ഓഫീസർ ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഇവിടെ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അതിനുവേണ്ടി പഠിക്കണം. അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് അതിലോട്ടൊരു അച്ചീവ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് സാധിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഈ രാവിലെ തന്നെ എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണോ എന്ന്. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരായിരിക്കും. സോ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും. സോ നിങ്ങൾ കാര്യത്തിന് പോയിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നല്ല ടയേർഡ് ആയിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. സോ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതെ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ആഗ്രഹം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നോക്കുമ്പോഴേക്കും നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇന്ന് വേണ്ട, നാളെ ആവാം, നാളെ വേണ്ട, മറ്റന്നേ ആവാം. സോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളുടെ ആ എയിമിൽ നിന്ന്, ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ആ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ മാക്സിമം നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. എങ്ങനെ പോയാലും ഒരു 9 o'clock അല്ലെങ്കിൽ 10 o'clockനകത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 4 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ വർക്കിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മളുടെ ബ്രെയിനിന് നമ്മൾ മാക്സിമം റെസ്റ്റ് കൊടുക്കുക. മിനിമം ഒരു 8 hours എങ്കിലും നമ്മുടെ ബ്രെയിനിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അല്ലാതെ നൈറ്റ് മുഴുവൻ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കാൻ നോക്കിയാൽ നിങ്ങൾക്കത് നടക്കത്തില്ല. നിങ്ങൾക്കത് ഒരിക്കലും നടക്കത്തില്ല. അഥവാ അത് നടന്നാൽ തന്നെ നിങ്ങൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനോട് ഒരു ഫോക്കസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ നിങ്ങൾ മാക്സിമം നേരത്തെ കിടന്നുറങ്ങി അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് കാണാൻ സാധിക്കും. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞങ്ങ് വിടുന്നതല്ല. കാര്യം എന്റെ ലൈഫിൽ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ നോക്കുക. സോ ഈ വീഡിയോ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു.